ഈ തീറ്റയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കല്ല്, മണൽ ഇങ്ങനത്തെയാണ്. അത് എന്തിനാണ് തീറ്റ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പലരും ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. BB380 എന്ന് പറഞ്ഞാൽ നമ്മളെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചോരയ്ക്ക് ഒരു ഉപ്പ് രസം ഉള്ളത് കൊണ്ടും ഇവർ ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യും. കർഷകർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് ഗോതമ്പ്. 100-ലധികം കസ്റ്റമേഴ്സിനെ, ലാഭമായിട്ട് വളർത്തുന്ന 100-ലധികം കസ്റ്റമേഴ്സിനെ ഞാൻ കാണിച്ചു തരാം. മാർക്കറ്റിൽ നിന്ന് BB380 എന്ന് പറഞ്ഞ് വ്യാജന്മാരെയും കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മിക്സ് ചെയ്ത് ലോക്കൽ ബ്രാൻഡോ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, കോഴിവെള്ളത്തിൽ മാത്രമല്ല പല മേഖലകളും അറിഞ്ഞുവിടാതെ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ്. നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയ്ക്ക് സമീപമുള്ള പരശുവയ്ക്കലിൽ സ്ഥിതി ചെയ്യുന്ന ഫാം കാർട്ടൽ എന്ന സ്ഥാപനത്തിലാണ്. മട്ടുപ്പാവ് കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ടെറസിൻ്റെ മുകളിലുള്ള പച്ചക്കറി കൃഷിയെക്കുറിച്ചാണ്. എന്നാൽ ഇന്നിവിടെ പറയാൻ പോകുന്നത് 4.5 സെൻറ്റിലുള്ള വീടിൻ്റെ പരിമിതികൾക്കുള്ളിൽ ചെയ്യുന്ന 3000-ലധികം കോഴികളുടെ കൃഷിരീതിയെക്കുറിച്ചാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമസ്കാരം. ഇതാണ് ശ്രീ വിനോദ്, ഫാം കാർട്ടലിൻ്റെ ഓണർ. പ്രേക്ഷകർക്ക് നമ്മുടെ ഫാമിനെ കുറിച്ച് അറിയാനായിട്ട് നമുക്കൊന്ന് കണ്ടാലോ? കാണാം തീർച്ചയായും. അതോടോ വരാം. സാർ വരൂ സാർ. ഈ ഷൂ ബൂട്ട് ഇട്ടാൽ മതി. ഇത് ബൂട്ട് കാരണം നമ്മൾ പുറത്തുനിന്നേ നമ്മുടെ കാലിലുള്ള അണുക്കളോ മറ്റുമൊക്കെ ഇതിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇത് പെർമനൻ്റ് ഇവിടത്തേക്ക് ഉപയോഗിക്കുന്ന ബൂട്ടാണ്. അതുമാതിരി നമുക്ക് ബയോസെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ അതാണ് അതെ, പെറ്റ്സ് അല്ല, നമുക്ക് ഈ അണുക്കളാണ്, വൈറസ്, പ്രോട്ടോസോ, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. മൈക്രോ ഓർഗാനിസംസും പെസ്റ്റാണ്. അപ്പോൾ വളരെ നന്നായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ വിനോദ് ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെ. BB380 ആണോ? ഇത് BB380 ആണ്. വെങ്കടേശ്വര ഹെച്ചറിയുടെ BB380. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്രൗൺ എഗ്സ് ഇടുന്ന കോഴി. ലോകത്തിൽ മുട്ടയിടുന്ന കോഴി വേറെ ഉണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്രൗൺ എഗ്സ് ഇടുന്നത് BB380 ആണ്. അതാണ് മെയിൻ. അതായത് ഇത് വളർത്തി വലുതാക്കി കർഷകർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ശരി. അപ്പോൾ ഈ BB380യുടെ കുഞ്ഞുങ്ങളെ പിന്നെ വിനോദിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ വെങ്കടേശ്വര ഹെച്ചറിയിൽ നിന്ന് എടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു പ്രാവശ്യം എത്ര 3000-ഓളം എടുക്കും. 3000-ഓളം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഏകദേശം 3200-ഓളം കുഞ്ഞുങ്ങൾ. ഇവിടെ ഈ മുകളിലോട്ട്. ഇത് എത്ര മാസത്തിലെ കുഞ്ഞായിട്ടാണ് ഇവിടെ എത്തുന്നത്? ഒരു ദിവസം വിരിഞ്ഞാണ്. എത്ര മാസം വരെ ഇവിടെ അത് നിലനിർത്തും? നമ്മൾ 45 ദിവസം വരെയാണ് നേരത്തെ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ 2 മാസം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനിപ്പോൾ എത്ര? ഇതിപ്പോൾ 40 ദിവസം. ഏതാണ്ട് 1.5 മാസം എത്താറായി. അപ്പോൾ ഇതിന് വേണ്ട പരിചരണം എല്ലാം ഇല്ല. ഇതിലിപ്പോ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ഇതിൽ ഡീബീക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ചുണ്ട് കരിക്കുക. ആ ചുണ്ട് കരിക്കുക എന്ന പ്രോസസ് ഉണ്ട്. ഇത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇവിടെ എല്ലാം പരിപാലിച്ച് കാണുന്നത്. അപ്പോൾ ഈ മട്ടുപ്പാവിൽ ഇത് ചെയ്യാനായിട്ടുള്ള സാഹചര്യം എന്തായാലും? ഇത് മട്ടുപ്പാവിൽ ചെയ്യാൻ വേറെ ഒന്നുമല്ല, എനിക്ക് സ്ഥലപരിമിതി എന്ന് പറയുന്ന വെല്ലുവിളിയാണ്. എനിക്ക് 4.5 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇത് കുടുംബ ഷെയറാണ്. 4.5 സെൻറ്റ്. അപ്പോൾ ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ വീടുമുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷനില്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഘട്ടമായിട്ട് അപ്പോൾ നമ്മൾ ആ കുടുംബത്തിലാണ്, അതായത് ഒരു 150 സ്ക്വയർ ഫീറ്റിൽ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഫുള്ള് വീട്ടിൽ എവിടെയൊക്കെ ഉണ്ടോ അത്രയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് എന്താണ് സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കാനില്ല. ഇത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കുടപ്പനക്കുന്നിൽ മുട്ടക്കോഴി വളർത്തൽ, ഇറച്ചിക്കോഴി അതിൻ്റെ ക്ലാസ് ഉണ്ട്. അത് 2002 ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. 2002. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഞാനായിരുന്നു. ഞാൻ +2 കഴിഞ്ഞതും ഇത് ഇപ്പോൾ അത്ര പരസ്യം കണ്ട് പോയി അറ്റൻഡ് ചെയ്ത ആൾ. അവിടുന്ന് പഠിച്ച ബാലപാഠങ്ങൾ ഉൾക്കൊണ്ടാണ്. അതെ. അപ്പോൾ ഈ കോവിഡ് കാലത്തൊക്കെ നല്ല അതെ, കോവിഡ് കാലമാണ് നമ്മുടെ വളർച്ചയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടം. ഫാൻസി കോഴികളൊക്കെ അന്ന് ഫാൻസി അപ്പോൾ കട്ട് ചെയ്തിട്ട് പിന്നെ നേരെ ഇതിലോട്ട് വന്നു. നമ്മളെ ക്രോയിലർ എന്ന് പറയുന്ന ഒരു ഇറച്ചി ബ്രീഡിലോട്ട് നമ്മൾ വന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മുട്ടക്കോഴിയുടെ. അതെ, മുട്ടക്കോഴി ഇപ്പം ചെയ്യുന്നത് ഈ BB380 ആണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കർഷകരൊക്കെ പറയുന്നുണ്ട് കോഴി വളർത്തൽ വളരെ നഷ്ടമാണ് എന്നൊക്കെ ധാരാളം പറയുന്നുണ്ട്. അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ കോഴി വളർത്തൽ മാത്രമല്ല പല മേഖലകളും അറിഞ്ഞുവിടാതെ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ്. ഏത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമാണ്. ഇപ്പം BB380 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈബ്രിഡ് കോഴിയാണ്. അപ്പോൾ ഹൈബ്രിഡ് കോഴിയാകുമ്പോൾ അതിൻ്റെ പരിചരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ.
അപ്പോൾ അത് പരിപാലിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള പരിപാലനം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ലാഭകരമായിട്ട് കോഴി വളർത്തൽ ചെയ്യാൻ പറ്റും. അതായത് ഇതിന് പാക്കറ്റ് തീറ്റ എന്ന് പറയുന്നത് തന്നെ കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാക്കറ്റ് തീറ്റ അങ്ങനെ നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റി ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കോഴിക്ക് മുട്ടയിടാൻ വേണ്ടി 90 മുതൽ 110 ഗ്രാം വരെ തീറ്റ കൊടുത്താൽ മതിയാവും. നമ്മൾ കൃത്യമായിട്ടുള്ള സപ്ലിമെൻറ്റുകളാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 90-നും 100-നും ഇടയിലുള്ള തീറ്റ കൊടുത്താൽ മതിയാവും. ഇനി സപ്ലിമെൻറ്റുകൾ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഏകദേശം 100-110 ഗ്രാം കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അല്ലാതെ നമുക്ക് വേറെ പിന്നെ പലരും ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഈ നഷ്ടം എന്ന് പറയുന്നത്. ശരിക്കും വളർത്തുന്ന ആൾക്കാർ, സിസ്റ്റമാറ്റിക്കായിട്ട് വളർത്തുന്ന ആൾക്കാരൊന്നും ഇത് നഷ്ടമൊന്നും പറയത്തില്ല. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ വിനോദ് ഇവിടെ നിന്ന് അതായത് എത്ര മാസം പ്രായമുള്ള കോഴികളാണ് കർഷകർക്ക് കൊടുക്കുന്നത്? 2 മാസം മുതലാണ് പ്രായമായിട്ടുള്ള. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട തീറ്റക്രമത്തെക്കുറിച്ചൊക്കെ എല്ലാം കൃത്യമായി പറഞ്ഞു. കൂടാതെ വിറ്റാമിൻസും മിനറൽസും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ അതിന്? അതൊക്കെ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് വൈറ്റമിൻസ് ഇപ്പോൾ ഇതിന് ഏതൊക്കെ വൈറ്റമിൻസ് ഏതൊക്കെ കാലഘട്ടത്തിൽ കൊടുക്കണോ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇല്ല. വാക്സിനേഷൻ നമുക്ക് ശരിക്കും ഒരു R2B എന്ന് പറയുന്ന വാക്സിനേഷൻ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് 6 മാസത്തിലൊരിക്കൽ. ഇനി അത് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം കണ്ടിട്ടില്ല. കാരണം ഹൈടെക് വുഡിലൊക്കെ ആണെങ്കിൽ പോലും 1000-2000 കോഴിയൊക്കെ വളർത്തുന്നവർ ഇത് എടുത്ത് കൊടുക്കാറില്ല രണ്ടാമത്. അപ്പം വളരെ വിരളമായിട്ട് മാത്രമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ വിനോദ്, ഈ എവിടെയുള്ള ആൾക്കാർക്കാണ് ഇതൊക്കെ സാധാരണ കൊടുക്കുന്നത്? മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും കൊടുക്കുന്നുണ്ട്. അതിൽ ഇത്തിരി ടാസ്ക് ഉള്ളത് കണ്ണൂർ, വയനാട് ഇങ്ങനത്തെ ജില്ലകൾ. ഇല്ല, അവിടെ ഏതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്തിക്കാൻ പറ്റൂ. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു 50 കുഞ്ഞിനൊക്കെ താഴെയാണെങ്കിൽ നമുക്കിവിടെ പെറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കുറേ സർവീസുകളുണ്ട്, ഒത്തിരി വണ്ടികളുണ്ട്. അതിൽ കൊടുക്കും. അത് ഡോർ സ്റ്റെപ്പ് ഡെലിവറി അല്ല, ഹൈവേ ഡെലിവറിയാണ്. നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡോർ സ്റ്റെപ്പ് ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു എന്ന് പറയുന്ന നമ്മൾ 2 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. എറണാകുളത്തിന് ഇങ്ങോട്ടുള്ളത് ഒരു ഘട്ടവും എറണാകുളത്തിന് അങ്ങോട്ടുള്ളത് വേറെ ഘട്ടമായിട്ടാണ്. എറണാകുളത്തിന് മുകളിലോട്ട് ഒരു 400 കോഴി കിട്ടുകയാണെങ്കിൽ നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്യും. പിന്നെ ചെറിയ റൂട്ടുകളും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുക. അത് ഡോർ സ്റ്റെപ്പ് ആണ് കൊടുക്കുന്നത്. BV380 പ്രത്യേകതകൾ എന്താണ്? BV380 എന്ന് പറഞ്ഞാൽ നമ്മളെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്രൗൺ എഗ്സ് ഇടുന്ന കോഴിയാണ് BV380. ബ്രൗൺ എഗ്സ്, കാരണം വൈറ്റ് എഗ് ഇടുന്ന കോഴി വേറെ ഉണ്ട്. പിന്നെ ബ്രൗൺ എഗ്സ് ഇടുന്നതിൽ ഏറ്റവും കൂടുതൽ ബ്രൗൺ എഗ്സ് ഇടുന്നത് BV380 എന്ന ബ്രീഡാണ്. പിന്നെ പലരും ഉപയോഗിക്കാറില്ല. കാരണം ഇതിന് 1,400 ഇതിൻ്റെ ഐഡിയൽ വെയിറ്റ്. 1,400 കൂടുതൽ പോയി കഴിഞ്ഞാൽ മുട്ടയിടത്തില്ല. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു പരിചരണം, സിസ്റ്റമാറ്റിക് പരിചരണത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഈ കോഴി വളർത്തൽ ലാഭത്തിലാക്കാൻ പറ്റൂ. ഇപ്പം ജേഴ്സി പശുവിനെ നമുക്ക് എങ്ങനെയെങ്കിലും വളർത്തിയാൽ ലാഭമാകത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, ശാസ്ത്രീയമായുള്ളത്. അല്ല ഹൈബ്രിഡുകളിലോട്ടും എല്ലാം പോകുമ്പോൾ ഹൈബ്രിഡിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അത് വെച്ച് പോകാം. വിനോദേ, ഈ നമ്മൾ കോഴി വാങ്ങിക്കൊണ്ട് കർഷകർ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ അവർ വളർത്തുമ്പോൾ എന്തൊക്കെയാണ് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അത്യാവശ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കണക്കിലധികം, അതായത് ഇപ്പോൾ 2 മാസമായ കോഴിയാണ് വാങ്ങുന്നതെങ്കിൽ 50 ഗ്രാം തീറ്റയാണ് കൊടുക്കേണ്ടത്. അതിലധികമായിട്ടുള്ള തീറ്റ കൊടുക്കാൻ പാടില്ല. എന്നാൽ നെയ്യ് കെട്ടിക്കഴിഞ്ഞാൽ ഇവർ മുട്ടയിടത്തില്ല. പിന്നെ പലരും ചെയ്യുന്നത് കോഴിക്കുള്ള സപ്ലിമെൻറ്റുകൾ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റുകളായിരിക്കും പലതും കൊടുക്കുന്നത്. ഇപ്പം ഇത് വെറ്റിനറി എന്ന് പറയുന്നതിൽ ഒരു ഭാഗം മാത്രമാണ് കോഴി എന്ന് പറയുന്നത്. ഇപ്പം മറ്റ് മൃഗങ്ങൾക്കല്ല ആമാശയവും ഡൈജഷൻ വ്യവസ്ഥയൊക്കെ വ്യത്യസ്തമാണ്. കോഴിക്ക് ബ്ലാഡർ അഥവാ സഞ്ചിയാണ്, തീറ്റ സഞ്ചി എന്നാണ് പറയുന്നത്, ആമാശയം ഇല്ല. അപ്പോൾ ഈ തീറ്റ സഞ്ചിയിൽ നിന്നാണ് ദഹനം ഇവർക്ക് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെൻറ്റുകൾ കൊടുത്താലേ കാര്യമുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മുട്ടയിടാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജുണ്ട്, അതായത് ഇവർ പ്രായപൂർത്തി ആവുന്ന ഒരു സ്റ്റേജ്. ആ സ്റ്റേജ് വരെ ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ലിവർ ടോണിക്കാണ്. കാരണം ലിവർ കറക്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രോസസ്സും കൃത്യമായിട്ട് നടക്കും. പക്ഷേ ഈ മുട്ടയിടേണ്ട ആ ഒരു സിംറ്റം കാണിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് കാൽസ്യമാണ്. അപ്പോൾ അത് നല്ല കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കുക, അനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റുകൾ കൊടുക്കാതെ. പിന്നെ ഓവറായിട്ട് സപ്ലിമെൻറ്റുകൾ കൊടുത്തിട്ടും കാര്യമില്ല. അതും കോഴിയുടെ ശരീരത്തിൽ ഇലകൾ കൊടുക്കാം. പക്ഷേ ചോറ്, അരി, ഗോതമ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. പലരും പിണ്ണാക്ക് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് കൊടുക്കുമ്പോൾ ഇവർ ഇൻറ്റേർണൽ ഓർഗാൻസിൽ നെയ്യ് കെട്ടുകയും മുട്ട ഉൽപ്പാദനം വളരെ നേരത്തെ നിന്ന് പോവുകയോ
അല്ലെങ്കിൽ ജംബോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ചെയ്യാൻ പറ്റത്തില്ല, വലിയ മുട്ടയായിരിക്കും, 2 ദിവസത്തിലൊരിക്കലൊക്കെ മുട്ടയിടത്തുള്ളൂ, വലിയ മുട്ടയിടും. ഇങ്ങനെയുള്ള കുറേ പ്രശ്നം വരും. പിന്നെ ഈ ജംബോ എക്സ് ആയിക്കഴിഞ്ഞാൽ ബെൻഡ് കൊളാപ്സ് എന്ന് പറയുന്ന ഒരു അവസരം വരും. ബെൻഡ് കൊളാപ്സ് എന്ന് പറഞ്ഞാൽ ഈ കോഴിയുടെ കുടലെല്ലാം മറ്റു കോഴികൾ കൊത്തി വലിച്ച് പുറത്തിടുന്ന ഒരു അവസ്ഥ. പിന്നെ ഈ കൊത്തുന്നതെന്ന് പറഞ്ഞാൽ അത് കോഴിയുടെ ജനറ്റിക് സ്വഭാവമാണ് ഈ കൊത്തുക എന്ന് പറയുന്നത്. അതിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഒരു കോഴിക്ക് മുട്ട ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള കാൽസ്യം ആവശ്യമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇവർക്ക് കാൽസ്യം കിട്ടിയില്ലെങ്കിൽ ഇവരെ ബോൺസിലുള്ള എല്ലുകളിലുള്ള കാൽസ്യം മുട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ എല്ലുകളിലെ കാൽസ്യം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ കാൽസ്യം ഇല്ലാതെ വരുമ്പോൾ ഇവർക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഉപ്പ് രസമുള്ള അല്ല കാൽസ്യം കിട്ടുന്ന എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം കൊത്തും. അപ്പം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ കോഴികൾ പരസ്പരം കൊത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോര വരും. അപ്പം ചോര വരുമ്പോൾ റെഡ് കളറാണ്. കാരണം ഈ തീറ്റപാത്രങ്ങളെല്ലാം കണ്ടോ റെഡാണ്. കാരണം കോഴി ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ റെഡാണ്. അപ്പോൾ ഈ റെഡ് കളർ കാണുന്നതുകൊണ്ടും ചോരയ്ക്ക് ഒരു ഉപ്പ് രസം ഉള്ളത് കൊണ്ടും ഇവർ ഭയങ്കരമായിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു 4 കോഴി ഒരുമിച്ച് കിടക്കുന്ന കൂട്ടിൽ ഒരു കോഴി 3 പേരും കൂടി അറ്റാക്ക് ചെയ്ത് കൊല്ലും. കാരണം ബ്ലീഡിങ് ഉണ്ടായിട്ട് കോഴി ചത്തുപോകും. കൃത്യമായ കാൽസ്യം കൊടുത്ത് വളർത്തണം. പിന്നെ ഈ നഷ്ടം വരുന്നത് ഇങ്ങനെ കൊത്തിയിട്ടോ മുറിഞ്ഞിട്ടോ ചത്തിട്ടോ ഒന്നുമല്ല. കർഷകർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് ഗോതമ്പ്, അരി ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുത്ത് കോഴിയെ നശിപ്പിച്ചിട്ടാണ്. അതായത് കോഴിയെ നശിപ്പിച്ചിട്ടെന്നേ പറയത്തുള്ളൂ. കാരണം അതേപോലെ തന്നെ ബ്രാൻഡഡ് അല്ലാത്ത തീറ്റകൾ, വില നോക്കിയിട്ട് ബ്രാൻഡഡ് അല്ലാത്ത തീറ്റകൾ. പിന്നെ പല കർഷകർക്കും ഏത് തീറ്റയാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അതേപോലെ തീറ്റക്കടക്കാർക്ക് പോലും ചില കടക്കാർക്ക് അറിയത്തില്ല കോഴിക്ക് ഏത് പ്രായം വരെ ഏത് തീറ്റ കൊടുക്കണമെന്ന്. കാരണം 8W എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ കണ്ട തീറ്റയാൾ 8W, അത് ലെയർ സ്റ്റാർട്ടർ എന്നാണ് അതിനറിയപ്പെടുന്നത്. എന്തുകൊണ്ട് 8W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം വന്ന് 8 വീക്ക് എന്നാണ്. അതായത് 8 വീക്കാണ്. 8 വീക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 8 വീക്ക് എന്ന് പറഞ്ഞാൽ 56 ദിവസം ഈ തീറ്റയെ കൊടുക്കാവൂ. 56 ദിവസം കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ ഗ്രോവർ തീറ്റ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഗ്രോവർ തീറ്റ നമ്മൾ മുട്ടയിട്ട് തുടങ്ങുന്നത് വരെയും ഗ്രോവർ തീറ്റയാണ്. അപ്പം നമ്മളെ ഫാമിൽ 100 കോഴി ഉണ്ടെങ്കിൽ ഒരു 15 മുട്ട കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രോവറിൻ്റെ കൂടെ പതുക്കെ ലെയർ തീറ്റ അഥവാ ലെയർ തീറ്റ എന്നാണ് ഇവിടെ പലയിടത്തും ലെയർ ഫിനിഷർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ലെയർ തീറ്റ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ലെയർ തീറ്റ 3 ഫോമിൽ കിട്ടും. മേഷ് ഫോമിൽ കിട്ടും. മേഷ് എന്ന് പറഞ്ഞാൽ പൗഡർ ഫോമിൽ കിട്ടും. പെല്ലറ്റ് ഫോമിൽ കിട്ടും. ഈ മേഷിനെയാണ് പെല്ലറ്റ് ആക്കുന്നത്. അപ്പോൾ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ തിരിയാണ്. ഇത് തിരിയെ ക്രംസ് ആക്കും. ഈ തിരിയാക്കിയതിന് ശേഷം ക്രംസ് ആക്കും. ക്രംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രോവർ തീറ്റ അല്ലെങ്കിൽ സ്റ്റാർട്ടർ തീറ്റയ്ക്ക് ഇരിക്കുന്ന അതേ ഫോമിലിരിക്കുന്ന. അപ്പോൾ ഇത് തീറ്റയുടെ അതായത് സൈസിനെയാണ് ഈ എന്ന് പറയുന്ന മേഷ്, പെല്ലറ്റ്, ക്രംസ് എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് സ്റ്റാർട്ടർ, ഗ്രോവർ, ലെയർ, ഇതാണ് 3 തീറ്റ. പിന്നെ ബ്രോയിലറിൽ വരുമ്പോൾ ബ്രോയിലറിൻ്റെതായ തീറ്റകളുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും വില കുറഞ്ഞ തീറ്റ എന്ന് പറഞ്ഞാൽ ബ്രോയിലർ സ്റ്റാൾ പെല്ലറ്റ് എന്ന് പറഞ്ഞൊരു തീറ്റയുണ്ട്. ബ്രോയിലർ സ്റ്റാൾ പെല്ലറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ കോഴി ഫാമിൽ നിന്ന് ബ്രോയിലർ കോഴിയെ പിടിച്ച് കട്ടിങ് സ്റ്റാളിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുന്ന തീറ്റയാണ്. ഈ തീറ്റ അല്പം ടേസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഈ തീറ്റയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കല്ല്, മണൽ ഇങ്ങനത്തെയാണ്. അത് എന്തിനാണ് തീറ്റ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലാഡർ വീർത്തിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രോയിലർ കോഴി ചിക്കൻ സ്റ്റാളിൽ 100 ഗ്രാം തീറ്റ കഴിച്ച് കഴിഞ്ഞാൽ 100 ഗ്രാം വെയിറ്റ് കട്ടിങ് സ്റ്റാളിൽ കൂടും. അതിന് വേണ്ടിയുള്ള തീറ്റയാണ് ചിക്കൻ സ്റ്റാൾ പെല്ലറ്റ് എന്നുള്ളത്. ഒരു ചാക്കിന് 1100 രൂപ വിലയാണ്. വിവിധ തരത്തിലുള്ള പെല്ലറ്റുകളും തീറ്റകളും ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാണ്. കർഷകർ അത് ഭംഗിയായിട്ട് പഠിച്ചതിന് ശേഷം ഉപയോഗിക്കുക. അതാണ് അല്ലേ? ഈ BV380 ആണോ നമ്മൾ വാങ്ങിച്ച കോഴി എന്നറിയാൻ എന്തെങ്കിലും സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ ഇന്ന് BV380 എന്ന് പറഞ്ഞ് വ്യാജന്മാരെയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വിഷ്വലി ഇവരെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒറിജിനൽ BV380 2 പാറ്റേണാണുള്ളത്. ഞാൻ മുകളിൽ പോകുമ്പോൾ വലുതിൻ്റെ പാറ്റേൺ കാണിച്ചു തരാം. ഒന്ന് വൈറ്റ് പാറ്റേണും ഒന്ന് റെഡ് പാറ്റേണും. അതായത് പ്യുവർ വൈറ്റ് വരത്തില്ല. ഈ ബ്രൗണ്ട് ഇതിങ്ങനെ കയറി ഏകദേശം ഈ ഭാഗം വരെ വലുതാകുമ്പോൾ ഈ ഭാഗം വരെ എത്തും. ഇത് വൈറ്റ് മാറിയിട്ട് ഇതാണ് ഒരു പാറ്റേൺ. മറ്റത് ഫുൾ റെഡ് പാറ്റേൺ ആണ്. ഇത് ഏറ്റവും കൂടെ വേജന്മാർ കയറുന്നത് ഈ റെഡ് പാറ്റേണിലാണ്. റെഡ് പാറ്റേണിൽ ഇൻഡു ബ്രോ എന്ന് പറയുന്ന ഒരു ബ്രീഡ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഈ റെഡ് കളറിൽ വരുന്ന വേറെ ബ്രീഡുകളുണ്ട്. ആ ബ്രീഡുകൾ ചില ആൾക്കാർ അത് എന്താണ് മിക്സ് ചെയ്യുന്നുണ്ട്. അത് ഈ മിക്സ് ചെയ്യുന്നത് കൊണ്ട്
ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്നവർക്ക് തന്നെയാണ് ദോഷം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ മുട്ടക്കോഴി വളർത്തുന്ന ഒരു കസ്റ്റമർ അത് ഒരു 1.5 വർഷം കഴിയുമ്പോൾ അടുത്ത് വീണ്ടും കോഴിക്ക് വേണ്ടി അന്വേഷിക്കും. അപ്പോൾ അയാൾ ലാഭം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അടുത്ത് എൻ്റെ അടുത്ത് വരത്തുള്ളൂ. അപ്പം ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മിക്സ് ചെയ്ത് ലോക്കൽ ബ്രാൻഡോ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മാർക്കറ്റാണ് അവിടെ പോകുന്നത്. അല്ലാതെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഇതിൽ നിന്ന് മുട്ട കിട്ടിയാൽ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ മുട്ട അത്രയും നേടിക്കൊടുക്കുക എന്നുള്ളതിൽ എനിക്കും ഒരു ചെറിയ കടമ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതെ ഇതിലൊരു 80% കസ്റ്റമർ നമ്മുടെ ഗൈഡ് ലൈൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ചിലവർ ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്ന വെറും ഒരു കോഴി വളർത്തുന്ന ഒരാളല്ലേ, അങ്ങനെ ഒരു ഡിഗ്നിറ്റിയുടെ ഇതിൽ ചിലവർ നമ്മളെ വാക്ക് കേൾക്കാറില്ല. പ്രഗത്ഭരായ പല യൂട്യൂബുകാരുടെയും വാക്കുകൾ കേൾക്കും. അപ്പോൾ ഇതിൽ തീറ്റ ചിലവ് എങ്ങനെ കുറയ്ക്കാമെന്നാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ ചിലവ് എങ്ങനെ കുറയ്ക്കാമെന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കാം ഗോതമ്പ് കൊടുക്കാം, ചോളം മുളപ്പിച്ച് കൊടുക്കാം, അരി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കുന്നത് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റാണ്. ഇത്രയും മാത്രമേ കാർബോഹൈഡ്രേറ്റ് ഒന്നും നമ്മുടെ കോഴികൾക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 100 ഗ്രാം തീറ്റ മതി. അതായത് 90 ഗ്രാം മുട്ട ഇടുമ്പോൾ 90 ഗ്രാം നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ വിറ്റ് തുടങ്ങുമ്പോൾ ഏകദേശം 50 ഗ്രാമാണ് ഒരു കോഴി കുഞ്ഞിന് വേണ്ടത്, 2 മാസമായ കുഞ്ഞിന്. അപ്പോൾ ഈ 100 ഗ്രാം തീറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് വിലയിൽ ഒരു 34 രൂപയാണ് മാക്സിമം വരുന്നത്. അത് ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ 31 രൂപയാണ്. അപ്പോൾ ഒരു കോഴിക്ക് ഒരു ദിവസത്തെ ചിലവെന്ന് പറഞ്ഞാൽ 3 രൂപ 50 പൈസ അല്ലെങ്കിൽ 4 രൂപ വെച്ചോട്ടെ, 4 രൂപ വെച്ചോട്ടെ. അപ്പം 100 കോഴിയുള്ള ഒരാൾക്ക് 400 രൂപയാണ് ഒരു ദിവസത്തെ എക്സ്പെൻസ്. അപ്പോൾ 400 കോഴി വളർത്തുന്ന ഒരാൾക്ക് 85 മുട്ട എന്തായാലും കിട്ടും. എന്നാൽ 85 വേണ്ട, 80 മുട്ട ഇട്ട് കണക്കാക്കിയുള്ളൂ. 80 മുട്ട 7 രൂപ 50 പൈസ ഇട്ട് കണക്കാക്കിയാൽ പോലും ഒരു കോഴിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 2 രൂപ 50 പൈസ ഇട്ട് ഒരു കോഴിയിൽ നിന്ന്. അപ്പോൾ 100 കോഴി വളർത്തുന്ന ഒരു കർഷകന് 250 രൂപ കിട്ടും, ഷുവറായിട്ട് കിട്ടും. ഇത് എപ്പോൾ കിട്ടാതാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ എപ്പോഴും ഇതിനെ ശ്രദ്ധിക്കാതില്ല. ഇതിൽ മായം ചേർക്കാൻ തുടങ്ങും. അതായത് തീറ്റ, മെയിനായിട്ട് തീറ്റ, ക്വാളിറ്റി ഇല്ലാത്ത തീറ്റ എപ്പോൾ കൊടുത്തു തുടങ്ങുന്നു അപ്പോൾ ആ കർഷകൻ നഷ്ടത്തിലായി. പിന്നെ അനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റുകൾ, കോഴിക്ക് ആവശ്യമില്ലാത്ത കുറേ സപ്ലിമെൻറ്റുകളുണ്ട്, അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കോഴിക്ക് ലിവർ ടോണിക്ക് വേണം, കാൽസ്യം വേണം. അതിന് തന്നെ ഞാനിപ്പോൾ പറയുന്നില്ല, നല്ല സപ്ലിമെൻറ്റ്സുകളുണ്ട്. അതിപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോയിൽ കൂടെ നമുക്ക് ഇന്ന സപ്ലിമെൻറ്റ് മോശമാണ്, ഇന്നത് കൊള്ളാം എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. അതേപോലെ തന്നെ മുട്ടയിട്ട് തുടങ്ങിയ കോഴിക്ക് അമിനോവെറ്റ് തന്നെ ഒരുപാട് കമ്പനികളുണ്ട്. അതിൽ ചില കമ്പനികളുടെ അമിനോവെറ്റ് നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്, ചിലത് അത്രത്തോളം അച്ചീവ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ കേരളത്തിൽ ലാഭകരത്തിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കൃഷി നഷ്ടമല്ല എന്ന് തന്നെ അടിവരയിട്ട് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഇപ്പോൾ നിങ്ങളിത് ഷെഡ് നോക്കി അറിയാം, ഇത് 7ഓളം ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് ലൈറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. തീറ്റപാത്രങ്ങൾ നിങ്ങൾ വേറെ ഏത് ഫാമിൽ പോകുന്നതിനെക്കാട്ടിലും തീറ്റപാത്രങ്ങളുടെ എണ്ണം കൂടുതലാണ്, വെള്ളപാത്രത്തിൻ്റെ എണ്ണം കൂടുതലാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഇവരെ കൊണ്ട് നമ്മൾ തീറ്റ തിന്നിപ്പിക്കുക, വെള്ളം കുടിപ്പിക്കുക, ഇവരെ റെസ്റ്റ് ചെയ്യിപ്പിക്കുക, അത് ചെയ്താൽ മാത്രമേ ഇവർ കൃത്യമായിട്ട് ഗ്രോത്ത് ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് 3000 കോഴി ഏതെങ്കിലും ഒരു കോഴി കുഞ്ഞ് തൂങ്ങിയോ മറിഞ്ഞോ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അത് കാണാൻ പറ്റാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. എയർ പാസ് ഇപ്പം കണ്ടോ, എയറില്ല, നല്ല ഹ്യൂമിഡിറ്റിയാണ്. ഏകദേശം 80% ഹ്യൂമിഡിറ്റി ഇപ്പോൾ ഉണ്ട്. കാരണം ഒരു തുള്ളി കാറ്റില്ല. അപ്പോൾ അത്രയും കാറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 7ഓളം ഫാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ മൊത്തം കാറ്റ് നിൽക്കുന്നതാണ്. അപ്പോൾ ആ കോഴിയൊക്കെ അത്രയും ഫ്രഷ് എയർ കിട്ടും. ഫ്രഷ് എയർ കിട്ടുമ്പോൾ ബ്രീത്ത് ഇഷ്യൂസ് കുറയും, അത് ലങ്സ് ഇൻഫെക്ഷൻസ് കുറയും. കോഴിയൊക്കെ എല്ലാവരും പറയും കഫം. ഈ കഫം വരുന്ന ഇങ്ങനെയാണ്, ഈ ലിറ്ററിലുള്ള അമോണിയ ഇത് വലിച്ചെടുത്ത് വരുമ്പോൾ ലങ്സ് കംപ്ലൈൻറ്റ് വന്നിട്ടാണ് ഇവർക്ക് കഫം അല്ലെങ്കിൽ ലെൻസ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ എല്ലാ പരിചരണവും കൊടുത്ത് വളർത്തുകയാണെങ്കിൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അതെ. ഇത് ഇപ്പം എൻ്റെ ഷെഡ് അടിച്ചപ്പോൾ ഷെഡിൻ്റെ അകത്തുള്ള അതേ അളവ് ഏകദേശം പുറത്ത് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 1 മീറ്ററിലധികം 4 സൈഡിലും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ചാറ്റിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മഴവെള്ളം അടിക്കാൻ പാടില്ല. അതേപോലെ ഈ ഇതെല്ലാം ഓട്ടോമാറ്റിക് ഡ്രിങ്കർ എന്ന് പറഞ്ഞാലും കൂടിയ ഓട്ടോമാറ്റിക് ഡ്രിങ്കറുകളാണ്. ഒരു തുള്ളി വെള്ളം പോലും നിലത്ത് വീഴാൻ പാടില്ല. ഇതിപ്പോൾ കണ്ടോ 40 ദിവസമായ ലിറ്ററാണ്. 40 ദിവസമായ. പലരും ചോദിക്കുന്നുണ്ട് ഈ സ്മെല്ല് വരാതിരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്. എന്തായാലും സ്മെല്ല് വരും. വാട്സപ്പിലും അല്ല യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലിരുന്ന് ഓരോരുത്തരും അങ്ങ് കമൻറ്റ് ചെയ്ത് ഇവിടെയാണ്. എന്തായാലും 3000 കോഴി ഉണ്ടെങ്കിൽ സ്മെല്ല് വരും. അവരങ്ങ് തീരുമാനിക്കുകയാണ് സ്മെല്ല് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരും, മഴ നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരും, അല്ലെങ്കിൽ സ്മെല്ല് വരത്തില്ല.
ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ഇതെങ്ങനെയാണ് ഒറ്റയ്ക്കാണോ മാനേജ് ചെയ്യുന്നത്? നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുന്നുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇത് ഒറ്റയ്ക്കാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കോഴി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു ടൂർ പോകാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്നുമില്ല. ഇതിൽ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്കും പോകുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഴി ചത്തുപോവുകയാണ്, മരണപ്പെടുകയാണെങ്കിൽ അതിനെ എടുത്തു മാറ്റാൻ ആൾ വേണം. അല്ലാതെ ഒന്നിനും മാൻ പവർ വേണ്ട. ഓട്ടോമേഷൻ വേണമെങ്കിൽ നമ്മൾ അതായത് തീറ്റ നമുക്ക് ഇത് 8 കിലോയുടെ തീറ്റപാത്രമാണ്. ഇതിൽ ഇതേപോലത്തെ ഒരു 30ഓളം തീറ്റപാത്രമുണ്ട്. ഈ തീറ്റപാത്രത്തിൽ തീറ്റ നിറച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തേക്കുള്ള തീറ്റ ഇതിൽ സ്റ്റോക്ക് ചെയ്യാം. പിന്നെ വെള്ളം എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ടാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. മെഡിസിൻ കൊടുക്കുന്ന ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഈ ഫാൻ എല്ലാം ടൈമർ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ബ്രൂഡർ എല്ലാം ടെമ്പറേച്ചർ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 20-29 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോട്ട് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും, അല്ലെങ്കിൽ ഓഫ് ആവും. സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത് കൂടാതെ വിനോദിന് വേറെ വർക്കും കൂടി ഉണ്ട്? ഞാൻ ഇലക്ട്രീഷ്യനാണ്, ബേസിക് ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കാണ്. അതുകൊണ്ട് ഇതെല്ലാം എൻ്റെ സ്വന്തം ഐഡിയക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ചെയ്തതാണ്. വളരെ വലിയൊരു കാര്യമാണ് വിനോദ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ കോഴി വളർത്തുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മോഡൽ നമുക്കൊന്ന് കാണിച്ചു തരാമോ? നമ്മളിപ്പോൾ ഇവിടെ കോഴി ഇത് മുകളിൽ നമ്മൾ ഹൈടെക് കൂടിൻ്റെ ഒരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വളർത്തുന്നവർക്ക് കാണിച്ചു കൊടുക്കാം. അതും വലിയ കോഴിയുണ്ട്. പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വീടിനകത്തൂടെയാണ് ഇപ്പോൾ കയറുമല്ലോ. ശരിക്കും കസ്റ്റമർക്ക് കയറാൻ വേണ്ടി പുറയുന്നൊരു സംവിധാനമുണ്ട്. പിന്നെ ഇതിൽ 4 സൈഡും ഗേറ്റുകളാണ്. ഇതെല്ലാം ഗേറ്റുകളാണ്. കയറ്റേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ കാണാനായിട്ട് വരും സാർ. സാറ് കയറി വന്നാൽ ശരി. ഇതാണ് സാറേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹൈടെക് കൂട്. ഇതിപ്പോൾ ഈ കിടക്കുന്ന റെയിൻബോ റൂസ്റ്റർ എന്ന് പറയുന്ന വേറൊരു ബ്രീഡ് കുഞ്ഞുങ്ങളാണ്. ഇതാണ് നമ്മുടെ V3 വലിയ കോഴികൾ. അത് ബ്രൗൺ കളർ കോഴി എന്ന് പറയുന്നത്. എഗ്ഗ് ഉണ്ടാവും മിക്കവാറും. ഇതാണ് നമ്മുടെ എഗ്ഗ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എഗ്ഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വലിപ്പത്തിരിക്കുന്നത്. നല്ല ഇച്ചിരി കൂടെ വലിപ്പം വയ്ക്കും. പക്ഷേ കണ്ടോ, ബ്രൗൺ എഗ്സ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഹൈടെക് കൂടിൽ എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളത്? ഹൈടെക് കൂടിൽ ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് ഡ്രിങ്കറാണ്. ഇത് നിപ്പിൾ ഡ്രിങ്കറാണ്. ടച്ച് ചെയ്യുമ്പോൾ വെള്ളം വരും. പിന്നെ ഇത് ഫീഡിങ് ട്രേ. ഇത് എഗ് ട്രേ ആണ്. ഇവിടെയാണ് മുട്ട കളക്ട് ചെയ്യാൻ വേണ്ടി. ഇത് കാക്ക കൊത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ടോ, ഇത്രയും സ്ഥലം മതി. വേസ്റ്റ് എല്ലാം താഴെ വരും. ഇതിപ്പോൾ ഒരു കോഴി, ഇത് 4 കോഴിക്ക് നിൽക്കേണ്ട സ്ഥലമാണ്. ഒരു അറയെന്ന് പറയുന്നത് 4 കോഴിക്ക്. അങ്ങനെ ഇത് 24 കോഴിയുടെ കൂടാണ്. ഇത് ഒരു 7,800 മുതൽ 9,000 വരെ റേറ്റ് ഉണ്ട്. 24 കോഴി. അത് സാധാരണ വരുന്നതിൽ ഈ ഒരു കമ്പാർട്ട്മെന്റ് കാണത്തില്ല, ഈ ഒരു പീസ്. ഇതൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത് 9,000 വരെ വരാമെന്ന് പറഞ്ഞത്. പിന്നെ ഈ കപ്പ് നമ്മൾ എക്സ്ട്രാ വയ്ക്കുന്നതാണ്. ഇതിങ്ങനെ ഉള്ള കുറച്ച് മുകളിൽ വയ്ക്കാം. ഇത് കണ്ടോ, ഇത് മറ്റേ ഷീറ്റിന്റെ പുറത്താണ് ഇതിരിക്കുന്നത്. നമുക്ക് സ്ഥലം നമുക്ക് മാക്സിമം സേവ് ചെയ്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിനോദ്, ഇതുപോലുള്ള ഒരു കൂട് കിട്ടണമെങ്കിൽ എന്താ വിനോദ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അല്ല, ഇത് നമ്മൾ ചെയ്യുന്നില്ല, ചെയ്യുന്ന വേറൊരു ടീംസ് ഉണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് ഇവിടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മാത്രമല്ല, വേറെ മോഡൽ ഹൈടെക് കൂടുകളൊക്കെ ഉണ്ട്. അത് ഈ തൃശ്ശൂർ ഒരു ഫ്ലൈ വെൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല ടീംസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ മുകളിലും ഉണ്ടല്ലേ? മുകളിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ സ്ഥലം, അതായത് ഇനി യൂസ് ചെയ്യാൻ സ്ഥലമില്ല, ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏകദേശം 500ഓളം കുഞ്ഞുങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. താഴെ 2,500, ഇവിടെ 500. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതാ സാറേ കയറിയത്. തീറ്റപാത്രവും വെള്ളപാത്രവും ബ്രൂഡറും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് ഏകദേശം 140 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതിലിപ്പോൾ 500 ചിക്സ് ഉണ്ട്. ഇതിന് നമ്മൾ ഇച്ചിരി ഞെരുങ്ങി തുടങ്ങുമ്പോൾ ഇത് ഇവിടെ നിന്ന് സ്ഥലം മാറ്റും. ഇതിപ്പോൾ വേറെ ഒന്നല്ല, ഇത് നമ്മൾ ലാസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത സ്ഥലമാണ്. അതായത് വീടിൻ്റെ ഏറ്റവും ടോപ്പാണ്. അപ്പോൾ 3 നിലയുടെ മുകളിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്.
ഇതിനുള്ള വാട്ടർ ടാങ്ക് കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ, അതിനുള്ള സംവിധാനങ്ങളെല്ലാം. വളരെയേറെ കാര്യങ്ങൾ പിന്നെ വിനോദ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു. ഇനി വിനോദുമായി ബന്ധപ്പെടാനുള്ള വിലാസം കൂടി ഒന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് വിലാസം പങ്കുവെച്ചാൽ വളരെ നന്നായിരുന്നു. ഫാം വിസിറ്റ് ചെയ്യാൻ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. കാരണം 100 കോഴി കൂടുതൽ വാങ്ങാൻ താല്പര്യമുള്ളവർ ഫാം വിസിറ്റ് ചെയ്തിട്ട് വാങ്ങുക. കാരണം കോഴി വളർത്താത്ത ആൾക്കാർ വരെ ഇന്ന് കോഴി വിൽക്കുന്നുണ്ട്. അതിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിറ്റി കുറഞ്ഞതും നമ്മുടെ എന്താ പറയുക ലോക്കൽ ചിക്സും ഒക്കെ വരുന്നത്. ഇത് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ പാറശാലയ്ക്ക് അടുത്ത്, അതായത് NH 66 വഴി വരെയാണെങ്കിൽ 4 കിലോമീറ്ററാണ് നമ്മുടെ ഫാമിലോട്ടുള്ളത്. പരശിക്കൽ നിന്ന് 2 കിലോമീറ്ററാണ്. പാറശാല പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പരശിക്കൽ വില്ലേജിലാണ്. പരശിക്കൽ വില്ലേജിൽ ഏറ്റവും അടുത്തുള്ള ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് പരശിക്കൽ പോസ്റ്റ് ഓഫീസാണ്. പരശിക്കൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് 500 മീറ്ററാണ് നമ്മുടെ ഫാമിലോട്ടുള്ള ദൂരം. പിന്നെ വരുന്ന കസ്റ്റമർ വിളിച്ചിട്ട് വരിക. കാരണം ഞാൻ ഇലക്ട്രീഷ്യനാണ്, കൂടെ പ്ലംബറും കൂടെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഫാമിൽ ഉണ്ടാകത്തില്ല. അതേപോലെ ഓൾ കേരള ഡെലിവറി ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡെലിവറി സമയത്താണെങ്കിലും കാണത്തില്ല. അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ ഫാം വിസിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കോഴി വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും കോഴി സംബന്ധമായിട്ട്, പ്രത്യേകിച്ച് BB3 സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പക്ഷേ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല എങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. കാരണം ഞാൻ കൂടുതലും ഡ്രൈവിങ്ങിലായിരിക്കും. ഡ്രൈവിങ്ങിലാണെങ്കിൽ ഫോൺ എടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും. ശരി വിനോദേ, കർഷകരുമായിട്ട് ഇത്രയധികം വിവരങ്ങൾ പങ്കുവെച്ച വിനോദിന് നമ്മുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും. കൂടുതൽ ഈ രംഗത്ത് കയറി വരട്ടെ. എല്ലാവിധ ആശംസകളും. ശരി.